N20 News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. JEE മെയിൻ 2025 ആദ്യ സെഷൻ പേപ്പർ 1 പരീക്ഷ 29 വരെ. അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ. വേൾഡ് റാങ്കിങ്ങിൽ IISc ആദ്യ 100-ൽ MIT, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റികൾ ആദ്യ സ്ഥാനത്ത്. IISc പ്രവേശനം JEE അഡ്വാൻസ്ഡ് റാങ്കിനനുസരിച്ച് പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. നീറ്റ് PG കേരള 3ാം ഘട്ട അലോട്ട്മെന്റ് ജനുവരി 30 മുതൽ. കേരളത്തിൽ നിന്നും MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു പ്രധാന അപ്ഡേഷൻ. കർണാടകയിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള അവസരം കേരളീയർക്കും ലഭ്യമാണ്. റിപ്പോർട്ട് കാണാം. കർണാടകയിലെ പ്രശസ്തമായ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ മലയാളികൾക്കും അവസരം ലഭിക്കും. നീറ്റ് 2025 റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശന യോഗ്യത. കഴിഞ്ഞ 7 വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക ഫീസ് 8.1 ലക്ഷം രൂപയായിരിക്കണം. MBBS പഠനവും ഹൗസ് സർജൻസിയും കഴിഞ്ഞാൽ 2 വർഷം നിർബന്ധിത ബോണ്ട് ചെയ്യണം. എല്ലാ വിഭാഗത്തിലും 10 സീറ്റുകൾ. റോമൻ കാത്തോലിക് വിഭാഗത്തിൽ 55 സീറ്റുകൾ, കന്യാസ്ത്രീ വിഭാഗത്തിൽ 25 സീറ്റുകൾ എന്നിങ്ങനെയാണ് കേരളീയ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകൾ. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് neet.nta.nic.in എന്ന വെബ്സൈറ്റിലാണ്. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ cet.online.karnataka.gov.in CET 2025 എന്ന വെബ്സൈറ്റിലും ഫെബ്രുവരി 18 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. ക്രിസ്ത്യൻ വിഭാഗക്കാർ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം. അപ്പോൾ കേരളത്തിൽ നിന്നും MBBS സീറ്റ് ആഗ്രഹിക്കുന്ന ഓരോ മലയാളികൾക്കും വലിയ അവസരമാണ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നൽകുന്നത്. താല്പര്യമുള്ളവർ ഉടൻ തന്നെ മേൽപ്പറഞ്ഞ സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. JEE മെയിൻസ് 2025 ആദ്യ സെഷൻ പേപ്പർ 1 പരീക്ഷ ജനുവരി 29 പൂർത്തിയാകാൻ പോകുന്നു. BRക്ക് B പ്ലാനിംഗ് പരീക്ഷകളായ പേപ്പർ 2A, 2B എന്നിവ ജനുവരി 31 2ാം ഷിഫ്റ്റിൽ നടക്കും. എല്ലാ പരീക്ഷാർത്ഥികളുടെയും അഡ്മിറ്റ് കാർഡുകൾ ഇതിനോടകം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യവാരം മുതൽ വിദ്യാർത്ഥികൾക്ക് അവർ എഴുതിയ ചോദ്യപേപ്പറും ഉത്തരങ്ങളും ഔദ്യോഗിക ആൻസർ കീയും ഇമെയിൽ വഴിയും വെബ്സൈറ്റ് വഴിയും ലഭ്യമാകും. ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച ശേഷം ഫെബ്രുവരി 12 പെർസെൻറ്റൈൽ സ്കോർ പ്രഖ്യാപിക്കും. രണ്ടാമത്തെ സെഷനിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ജനുവരി 31 മുതൽ ഫെബ്രുവരി 24 വരെ നടക്കും. ഇന്ത്യക്ക് ഒരു വലിയ അഭിമാന നിമിഷം. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല IISc ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. അന്തർദേശീയ തലത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാല റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള IISc ആദ്യ 100-ൽ ഇടം നേടിയിരിക്കുന്നു. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലാണ് IISc ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരവുമാണ്. ലോകത്തെ മികച്ച സർവകലാശാലകളായ MIT, സ്റ്റാൻഫോർഡ് സർവകലാശാല എന്നിവയാണ് പരമ്പരാഗതമായി ഈ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ഈ 2 സർവകലാശാലകളാണ് ആദ്യ 3 സ്ഥാനങ്ങൾ പങ്കിടുന്നത്. IIScയുടെ 4 വർഷത്തെ BS റിസർച്ച് പ്രോഗ്രാമിൽ പ്രവേശനം ലഭിക്കുന്നതിന് JEE മെയിൻസ്, JEE അഡ്വാൻസ്, നീറ്റ്, IITM തുടങ്ങിയ പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടേണ്ടതുണ്ട്. IIScയുടെ ഈ നേട്ടം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നതിൻ്റെ തെളിവാണ് ഈ നേട്ടം. IIST ട്രിവാൻഡ്രം. എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് IIST പ്രവേശനം. JEE അഡ്വാൻസ്ഡ് 2025 റാങ്ക് അനുസരിച്ചാണ് പ്രവേശനം. വെബ്സൈറ്റ് iist.ac.in. JEE അഡ്വാൻസ്ഡ് റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ജൂണിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. 4 വർഷ BTech ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, 4 വർഷ BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഏവിയോണിക്സ്, 5 ഇയർ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എന്നീ 4 പ്രോഗ്രാമുകളിലേക്കാണ് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. 2024 നീറ്റ് PG കോഴ്സുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റിനായി ഗവൺമെൻറ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെയും RCCകളിലെയും സീറ്റുകളിലേക്ക് ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ജനുവരി 30 മുതൽ ആരംഭിക്കും. ആദ്യ 2 റൗണ്ടുകളിൽ പ്രവേശനം നേടിയ സീറ്റുകൾ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി 2 വരെ TC മേടിക്കാം. ഫെബ്രുവരി 5 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 9-നുള്ളിൽ കോളേജ് പ്രവേശനം ഉറപ്പാക്കണം.
MCC വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ ക്വാട്ട പ്രവേശനം 3ാം ഘട്ട അലോട്ട്മെൻറ്റ് നാളെ ജനുവരി 25-ന് പ്രസിദ്ധീകരിക്കും. അതിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികളെയായിരിക്കും കേരളത്തിൽ പരിഗണിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.